ഹലോ ഗൈസ്, ഇരുന്ന് വിശന്ന് പൊരിഞ്ഞ് ഫുഡ് ബ്ലോഗേഴ്സിനൊന്നും കാണാതിരിക്കണ കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മന്തി പിടിക്കാൻ പോവാണ്. അൽഫാം മന്തി പിടിക്കാൻ പോവാണ്. ഗൈസ് നിങ്ങൾക്ക് വേണോ? ഞാനപ്പോ പറഞ്ഞു ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഗൈസ് ഏതാ മേടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു റൈസ് മേടിച്ച് ഞങ്ങൾക്ക് കൂടുതലാവും, അപ്പൊ അത് കാരണം റൈസ് മേടിക്കണം. റൈസിന് പകരം എന്നിട്ടായിട്ട് ഞാൻ പറഞ്ഞ ഷവർമ മേടിക്കാം, ഷവർമ അൽഫാം മേടിക്കാം. ഇപ്പൊ ശരിക്കും ഞങ്ങൾ ഭയങ്കര കുട്ടികളാവും. ഞങ്ങൾ കുട്ടികളല്ല, കുറച്ച് നാളായിട്ട് ഞങ്ങൾ അൽഫാം മന്തി അഡിക്ട്സ് ആണ് ഗൈസ്, അഡിക്ട്സ് ആണ്. ഇനി ഫ്ലേവറുകൾ ടേസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഞങ്ങള് ഇങ്ങനെ മേടിച്ച് ഒരു വിധായി. ഇപ്പൊ എപ്പോ ഫ്രീ ടൈം കിട്ടിയോ അപ്പൊ അൽഫാം മേടിക്കും. ആദ്യം ബിരിയാണി ആയിരുന്നു ഒരു ഫസ്റ്റ് ഓപ്ഷൻ. ഇപ്പോന്ന് പറയണത് ഈ അൽഫാം അല്ലെങ്കിൽ അൽഫാം മന്തി ആ ഒരു ഓപ്ഷൻ. അതിൽ വെറൈറ്റീസുകൾ ട്രൈ ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി. അത്രയും നാള് ഞാനൊരു എന്താ പറയാ അങ്ങനെ ഫുഡി ടൈപ്പ് ആയിരുന്നില്ല. പക്ഷെ ഈ അൽഫാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതോട് കൂടിയിട്ട് ഞാൻ ആകെ മാറിയിരിക്കുന്നു ഗൈസ്. ഞാനത് കാരണം കുറച്ച് മണ്ണൊക്കെ വെച്ചിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് അൽഫാം മേടിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. അതെ, നമ്മുടെ ഏട്ടനൊരു അഭിപ്രായ വ്യത്യാസം. നമ്മുടെ തൃശ്ശൂർ സ്ലാങ്ങിലൊന്ന് പിടിച്ചു നോക്കിയാലോ എന്നാണ് ഏട്ടൻ പറയണത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മള് തൃശ്ശൂർ തന്നെ ജനിച്ചേർന്ന ടീംസാട്ടാണ്. പക്ഷെ നമ്മള് ഈ ലൈനിലങ്ങോട്ട് നമ്മള് ഡെയിലി ലൈഫിൽ സംസാരിക്കാറില്ല. പക്ഷെ ഇങ്ങനൊരു സ്ലാങ്ങിൽ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണേ മക്കളെ. എന്റെ ഹെൽമെറ്റിന്റെ ലോക്കിന്റെ ലൂസാണ്. ഞങ്ങള് ഗെറ്റ് റെഡി ആയതാണ് ഫുഡ് മേടിക്കാൻ പോകാനായിട്ട്. ഇപ്പോഴാണ് കുറെ നാളത്തെ പ്രശ്നമാണ് അത്, ഞാൻ പറയാം മറക്കാപ്പോഴും. അപ്പൊ എന്നിട്ടാന്നറിയാം, ഞാൻ ഇങ്ങനെ സ്കൂട്ടിയിൽ ഇങ്ങനെ പട്ടച്ച് പോകുമ്പോ എന്റെ ഹെൽമെറ്റ് തലയിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഈ സാധനം ഇവിടെ പോയിരിക്കും ക്ലാസ് പൊന്തിച്ചിട്ട് ഓടിക്കുമ്പോ. അപ്പൊ എന്റെ വിചാരം എനിക്ക് എന്റെ ഹെൽമെറ്റ് വലിപ്പം കൂടുതലായത് കൊണ്ടാണ് മെയിൻ പ്രശ്നം എന്നാണ്. പക്ഷെ അതില് വൺ ഓഫ് ദ റീസൺ ബെൽറ്റ് ഇവിടെ ടൈറ്റ് ചെയ്തിടാത്തതും കൂടിയാണ്. ഏട്ടനത് ശരിയാക്കിയിരുന്നത്. അതെ, ആദ്യമൊക്കെ നമ്മുടെ തൃശ്ശൂർ ടൗണിലൊക്കെ വരുമ്പോ മറ്റേ കാളകളില്ലേ, കാളകൾ എന്നല്ലേ പറയട്ടെ, ഇങ്ങനെ മുഴച്ചിട്ട് പുറത്തൊരു സാധനമുള്ളത്, അതിനെയാണ് ഏറ്റവും കൂടുതൽ കാണാറ്. സാധാരണ പശുക്കളെയൊന്നും കാണാറില്ല. പക്ഷെ ഇപ്പോ എന്താ പറയാ, ഇവിടുത്തെ 2-3-4 പശു ഇങ്ങനെ നിക്കണത് കാണുന്നത്. പിന്നെ അത് മാത്രല്ല, നമുക്കിവിടെ മെയിനായിട്ട് എപ്പോ വന്നാലും കാണാനായിട്ട് പറ്റണത് ആരെന്നെയെന്നറിയില്ല. കുറെ ചേച്ചിമാരാണ്, ചേട്ടന്മാരാണ്, അങ്കിൾമാരാണ്, ആന്റിമാരാണ്, കൈ നോക്കണവരാണ്, ചീട്ട് കളിക്കണവരാണ്. മറ്റേ കൂടി ഗൈസ് ഇത് ടൈറ്റ് ആക്കിയാണ്, കൊല്ലാൻ ശ്രമിക്കുകയാണ് പ്ലാനെ. അവരെനിക്കാണ് കാണാൻ പറ്റത്തില്ല. വെറുതെ കുറെ കാറുകള് ബൈക്കുകള് ഒക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ എന്തിട്ടൊക്കെ കാണാൻ പറ്റാറ്, പിന്നെന്താ കപ്പിൾസിനെ കാണാൻ പറ്റാറുണ്ട്. എനിക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇവിടെ ഇങ്ങനെ ലോട്ടറി എടുക്കാനും പിന്നെ ഓരോന്നൊക്കെ വിൽക്കാനും സെയിൽ ചെയ്യാനൊക്കെ നടക്കണവര് അങ്ങനെയുള്ളവരാണ് എപ്പോഴും എല്ലാ ദിവസവും സെയിം ഇതാണ്. പക്ഷെ സെയിം ഇതിൽ പശുക്കളാണ് കാണാറില്ല. എവിടെന്നോ വന്ന് പെട്ടതാണോ അത് ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാണോ എന്നറിയില്ല. 2-3 പശുക്കളേനെ പതിവില്ലാതെ കണ്ടു ഗൈസ്.